നമ്മൾ 6-ാം അധ്യായം വായിക്കും. 6-ാം അധ്യായത്തിൽ അഭിമാനം, അവിവേകം, അജ്ഞാനം, ഈ മൂന്നിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ നിന്ന് തുടങ്ങാം. വാതപിത്ത കഫത്തിനാലുണ്ടാകുന്ന വ്യാധിക്ക് കാരണമെന്തെന്ന് അറിഞ്ഞുകൂടെങ്കിലും വൈദ്യശാസ്ത്രത്തിൽ ചൊല്ലപ്പെട്ട മരുന്നുകളാൽ എങ്ങനെ പരിഹാരം കാണപ്പെടുന്നുവോ അതുപോലെ അജ്ഞാനത്തിൻ്റെ മൂലം ഇന്നതെന്ന് അറിഞ്ഞുകൂടെങ്കിലും വേദാന്ത ശാസ്ത്രവാക്യത്തിനാൽ ഉണ്ടാകുന്ന ജ്ഞാനത്തിനാൽ അജ്ഞാനം നാശമാകുന്നു എന്നത് സിദ്ധാന്തം. കാരണം എല്ലാവർക്കും അറിയാം ഈ ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലെങ്ങനെ ഇത് വന്നു, ഈ സൃഷ്ടി അതിലെങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു മഹാത്ഭുതമാണ് എല്ലാവർക്കും. പക്ഷേ അവർ പറയുന്നത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന അതാണ് വേണ്ടതെങ്കിലും അവർ പറയുന്നത് ഈ ചില അസുഖങ്ങളുണ്ടല്ലോ, വാതപിത്ത കഫത്തിനാൽ വരുന്ന വ്യാധി, അതിന് എന്താണ് കാരണമെന്ന് അറിഞ്ഞുകൂടെങ്കിലും അവർ പറയുന്നു വൈദ്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മന്ത്രതന്ത്രങ്ങളിൽ കൊണ്ട്, ഔഷധങ്ങളെ കൊണ്ട് പരിഹാരം കാണുന്നില്ല. ഇതുപോലെ തന്നെയാണ് വേദാന്ത ശാസ്ത്ര വാക്യത്തിനാലുണ്ടാകുന്ന ജ്ഞാനം കൊണ്ടിത് ഈ അജ്ഞാനം എന്നേക്കുമായിട്ട് ഇല്ലാതാകും. ഈ അജ്ഞാനമാണ് ഈ ശരീരമായിട്ടും ഈ ലോകമായിട്ടും ഈ അവസ്ഥകളായിട്ടും എല്ലാം വിരിഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് എങ്ങനെ പിരിഞ്ഞു, ഇത് എന്ത് ഇങ്ങനെ വരാൻ കാരണം? ബ്രഹ്മം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, വാസ്തവത്തിൽ ഈശ്വരനല്ലേ ഉള്ളൂ, വേറെ അന്യമായിട്ട് ഒന്നുമില്ലാതിരിക്കെ ഇതെല്ലാം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇത് ഒരു അനിർവചനീയമാണ്. ഇത് എങ്ങനെ വന്നെന്ന് പറയാനായിട്ട് ആർക്കും സാധിക്കുന്നില്ല. എങ്കിലും അവർ പറയുന്നു ഇത് ആദി ഇല്ലെങ്കിലും ഇതിന് അന്തമുണ്ട്. അന്തമെന്ന് വെച്ചാൽ വേദാന്ത വാക്യജന്യ ജ്ഞാനം കൊണ്ടത് ഈ അജ്ഞാനം നിവർത്തിക്കപ്പെടും. അതുവരയ്ക്കും സ്വപ്നം കണ്ടാളിരിക്കുന്ന പോലെ, സ്വപ്നം കണ്ട് ഇരിക്കുന്ന പോലെ, എന്തോ ഒരു സംഭവിച്ചതുപോലെ, എന്തൊക്കെ അങ്ങനെ ഇങ്ങനെ ആയതുപോലെയൊക്കെ ഇരിക്കുന്ന പോലെ ഒരു അനുഭവത്തിൽ എല്ലാവരും കുടുങ്ങിയിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പറയണം അജ്ഞാനത്തിൻ്റെ സ്വരൂപ ലക്ഷണം എങ്ങനെയെന്നാൽ എന്താണ് ഈ അജ്ഞാനം എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ അജ്ഞാനം സത്തല്ല. എന്നാൽ ഇത് അങ്ങനെയാണെങ്കിൽ ഇത് അസത്തായിരിക്കണമല്ലോ, അസത്തുമല്ല. പിന്നെ അത് സദസത്തുമല്ല, രണ്ടും ചേർന്നതുമല്ല. വേറെ വിധത്തിൽ പറയുകയാണെങ്കിൽ അവയവമുള്ളതല്ല, അവയവമില്ലാത്തതുമല്ല, ഇവ രണ്ടും ചേർന്നതുമല്ല, വേറായതുമല്ല, വേറല്ലാത്തതുമല്ല, ഇവ രണ്ടുമല്ല. പിന്നെ എന്തെന്നാൽ ഇത് പറയുന്നു അനിർവചനീയം, അനിർവാച്യം, വാക്കിനാൽ ചൊല്ലപ്പെടാൻ കഴിയാത്തത് എന്നാണ് ഈ അജ്ഞാനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മഹത്തുക്കൾ. എന്തുകൊണ്ട് സത്ത് മുതലായവ അല്ല എന്നാൽ എന്താണ് ഇത് സത്തെന്ന് പറയാൻ സാധിക്കാത്തത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ തത്വജ്ഞാനം കൊണ്ട് ഇത് ബാധിക്കുന്നു. ഈ അജ്ഞാനം ഈ തത്വജ്ഞാനം കൊണ്ട് ഇല്ലാതായി പോകും. മുയൽക്കൊമ്പ് പോലെ, മനുഷ്യക്കൊമ്പ് പോലെ, ആകാശ താമര പോലെ ഇത് അസത്വമല്ല. എന്തെന്നാൽ ഞാൻ അജ്ഞാനി എന്ന് എല്ലാവരും അനുഭവിക്കപ്പെടുന്നതിനാൽ തന്നെ ഈ ഞാൻ ദുഃഖിയാണെന്ന് എല്ലാവരും അനുഭവിക്കുകയല്ലേ. അജ്ഞാനം തന്നെയാണ് ദുഃഖത്തിലേക്ക് വിരിഞ്ഞിരിക്കുന്നത്. അജ്ഞാനം, അവിവേകം, അഭിമാനം, രാഗദ്വേഷാദികൾ, കർമ്മം, ശരീരം, ദുഃഖം, അല്ലേ? ഇങ്ങനെ പരമ്പരയായിട്ട് ആ ദുഃഖത്തെപ്പാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അതിന് മൂല കാരണമായിരിക്കുന്നത് ഈ അജ്ഞാനം. ഈ അജ്ഞാനം എങ്ങനെ വന്നു, ദുഃഖം എങ്ങനെ വന്നു എന്നല്ല, ഈ അജ്ഞാനം എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ മഹത്തുക്കൾ പറയുന്നു ഇത് അനിർവചനീയമാണ്. ഇതെങ്ങനെ വന്നു എന്ന് പറയുന്നത് അസാധ്യമാണ്, പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും അവർ പറയുന്നു ഈ അജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് നിവർത്തിക്കാം. ജ്ഞാനം എന്ന് പറയുമ്പോൾ അത്
പരോക്ഷമെന്നും അപരോക്ഷമെന്നും രണ്ട് രൂപത്തിലാണ്. ഈ പരോക്ഷം എന്ന് പറയുന്നത് ഗുരു പറഞ്ഞ ശാസ്ത്രത്തെ കേട്ട് യുക്തിപൂർവമായി ചിന്തിച്ച് ഇതാണെന്ന് കാണുന്നതാണ്, അതാണ് പരോക്ഷം. അപരോക്ഷം എന്ന് പറയുന്നത് ഈ രൂപത്തിൽ ശ്രവണ മനന നിധിധ്യാസനങ്ങൾ ചെയ്ത് ഏറെക്കാലം ഇങ്ങനെ കഴിഞ്ഞ് വരവേ ഇത് ഒരു അനുഭവമായിട്ട് തന്നെ തനിക്ക് വരും. അത് വരാനെടുക്കുന്ന സമയം ചിലപ്പോൾ ചില കൊടിയ പ്രാരബ്ധങ്ങൾ, ഇപ്പം തന്നെ രാധികയെ പറ്റി പറയണമെങ്കിൽ ആ ജോലി സംബന്ധമായ വ്യവഹാരങ്ങൾ, ജീവിതത്തിൽ വരുന്ന വലിയ വലിയ വ്യവഹാരങ്ങൾ ഒക്കെ ഇല്ലേ. അപ്പോൾ അതെല്ലാം എന്താണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ജ്ഞാനമുണ്ടാകുന്നതിന് തടസ്സമല്ല, അതാണ്, വേറൊന്നുമില്ല. അപ്പോൾ പറയും ഇവർ മഹത്തുക്കൾ തന്നെ പറഞ്ഞു കൊടിയ പ്രാരബ്ധങ്ങൾ ഇത് തടഞ്ഞിരിക്കുകയാണ്. ചിലർക്ക് എല്ലാ സൗകര്യങ്ങളും കാണും, പക്ഷേ അവർക്ക് മാനസികമായിട്ട് ചില വ്യവഹാരങ്ങളിൽ അവർ അറിയാതെ അതിൽ പ്രവേശിക്കേണ്ടി വരും, നിർബന്ധിതരാകും. ഇത് നമ്മളെല്ലാം നിർബന്ധിതരാകും അല്ലേ. ഇപ്പോൾ ഉഷൻ തന്നെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ മനഃപൂർവ്വമാണോ? നമ്മൾ എന്തോ പറയും, നമ്മൾ വിധേയമായി പോകും. ഇതാണ് പ്രാരബ്ധം. ഇത് മഹത്തുക്കൾ ഇതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞ് നമ്മൾ പൂർവ്വജന്മത്തിൽ ചെയ്ത ഒരു കർമ്മത്തിൻ്റെ ഫലമാണ് ഇതെല്ലാം. ആരും കുറ്റമായിട്ടൊന്നും പറഞ്ഞ് ചോദിച്ചിട്ടില്ല. വേദത്തിൽ ആരും കുറ്റക്കാരല്ല, ആരും ഒരു കുറ്റവും ചെയ്യുന്നില്ല. കുറ്റക്കാരനാണെന്ന് പറയുന്നത് ഈശ്വരനാണ് കുറ്റക്കാരൻ യഥാർത്ഥത്തിൽ. പക്ഷേ ഈശ്വരനെ പറ്റി പറയുന്ന ഈശ്വരൻ പിന്നെ ഈ പറഞ്ഞ കുറ്റമറ്റ ഒരു സ്വരൂപമുള്ള ആളാണ്. പിന്നെ ഇതേതാണ് കുറ്റം എന്ന് ചോദിച്ചാൽ ഇത് അജ്ഞാനമാണ് ഇതിന് കാരണം. അത് എന്താണെന്ന് പറയാൻ ഒക്കാത്ത ഒരു സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നു, അത് ഭ്രമിപ്പിച്ചിരിക്കുന്നു, അത് എന്തൊക്കെയോ തോന്നിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ഇതെല്ലാം വാസ്തവം അല്ലെന്ന് ഗുരു എത്ര ആവർത്തി പറഞ്ഞിട്ടും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി പോട്ടെ, അല്പം വിശ്വാസം വന്നവരെയും ഇതിൽ പെടുത്തിയിരിക്കുന്ന കേട്ടോ. ഏത് രൂപത്തിലും ഈ പ്രകൃതി എന്ന് വെച്ചാൽ മായ, ഇതിൻ്റെ ഈ പരമാർത്ഥത്തെ അറിയാൻ വിടാതെ നിർത്തിയിരിക്കുകയാണ്. ഈ രൂപത്തിലാണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് ഇതിൻ്റെ ശരിയായ പാരമാർത്ഥികമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ അറിയുമെന്ന് ചോദിച്ചാൽ ധീരനായ ഒരാളാണ്. അങ്ങനെ ഒരു ധീരനായ ഒരാളുകളെ പറ്റി പറയുമ്പോഴാണ് ഈ മഹത്തുക്കളെല്ലാം ഇതിൽ ഓടി വരുന്നത്. അപ്പോൾ അവരുടെ ഒരു ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർ എങ്ങനെയെല്ലാമാണ് ഈ മായാപ്രതിബന്ധത്തെ അവർ അതിജീവിച്ച് വന്നിരിക്കണമെന്ന് കാണും. ഈ അതിജീവിച്ച് വരിക എന്ന് പറയുന്നത് നല്ല പ്രജ്ഞയുള്ളവർക്കും നല്ല പുണ്യമുള്ളവർക്കും ഒക്കെ പറ്റുള്ളൂ. എല്ലാവർക്കും ഇതിൽ പ്രവേശനം അനുവദിച്ചിട്ടില്ല. കാരണം എന്തൊക്കെ ആയാലും ശരി, ഇവർക്ക് അത് മറികടക്കത്തക്ക ശേഷി ആ പുണ്യം കൊണ്ടാണ് ഇതിൽ നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. വാസ്തവത്തിൽ പുണ്യമാണ്, നമ്മൾ ചെയ്യുന്ന പുണ്യമാണ്. നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? നിറയെ പുണ്യകർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ വിചാരിക്കും പോലെ ആർക്കെങ്കിലും വെച്ച് കൊടുക്കുകയല്ല. നമ്മൾ ഗുരുദേവന് ഇവിടെ നിവേദിക്കാനായിട്ട് ഭക്ഷണം പാചകം ചെയ്യും. അപ്പോൾ അതിന് നമ്മളെല്ലാം ഭാഗമാക്കാവുകയല്ലേ. യഥാർത്ഥത്തിൽ അദ്ദേഹം ആഹരിച്ചതിൻ്റെ ഉച്ഛിഷ്ടമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതല്ലേ നമ്മൾ ഗുരുവോർ ഉച്ഛിഷ്ട ഭോജനം നമ്മൾ പ്രാർത്ഥിച്ചിട്ടേ കഴിക്കണം അല്ലേ. യഥാർത്ഥത്തിൽ നമ്മൾ ഗുരുവിനാണ് അർപ്പണം ചെയ്യുന്നത്, വേറെ ആർക്കും അല്ല. പക്ഷേ അതിൻ്റെ ഉച്ഛിഷ്ടം കഴിക്കുന്നതായിട്ടാണ് ഈ ശിഷ്യന് നമ്മളെല്ലാം ഒരേ കാറ്റഗറിയാണ്. അല്ലാതെ ഒരാൾ വായിക്കുന്ന ആൾ അങ്ങേ സൈഡിൽ നിന്നും പറയാനൊക്കില്ല. ഇവരൊക്കെ ഓരോരുത്തരും അവരവരുടെ ഗുരുക്കന്മാർ തന്നെ കൊടുത്തിരിക്കുന്ന ചില സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോഴും അവരെല്ലാം വാസ്തവത്തിൽ ഓൺലി എംപ്ലോയീസാണ് അല്ലേ. അവരും അങ്ങനെ ഇരുന്നു കൊണ്ട് ഈ തത്വത്തെ സാക്ഷാത്കരിക്കുന്നതിന് പ്രയത്നിക്കുന്നവരാണ്. ഇതിനെ സാക്ഷാത്കരിച്ച് ഇതിനേത് ആവശ്യമില്ല ചെയ്യും. ഇതെല്ലാം ഇതുവരെ എന്ന് ചോദിച്ചാൽ ഇതിനറിയുന്നത് വരെയാണ്. അത് കഴിഞ്ഞാൽ ഇതെല്ലാം വിട്ടുകളയാനാണ് പറയുന്നത്. ഈ ശാസ്ത്രമൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് വേദം. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്? ഈ അജ്ഞാനത്തെ, ഈ വന്നു ഭവിച്ചിരിക്കുന്ന ഈ ഒരു ക്ലേശത്തെ നമുക്കൊന്നും സ്വന്തം യുക്തി കൊണ്ട് നിവർത്തിക്കാൻ സാധ്യമേ അല്ല. അങ്ങനെ ഒരുത്തർക്കും സാധ്യമല്ല.
ഇതിൽ ഈ ജീവനെ മുക്തനാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ജീവനെ ഈ ജനനമരണ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറ്റണമെങ്കിൽ താൻ യഥാർത്ഥത്തിൽ ആത്മാവെന്നറിയണം. ഇപ്പം നമ്മൾ തെറ്റിദ്ധരിച്ച് ഈ ശരീരമാണ് ഞാനെന്ന് ഇരിക്കുകയാണ്. ഇത് തെറ്റിദ്ധാരണയാണെങ്കിലും എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഈ ദേഹമാണെന്ന് തന്നെയാണ്. പക്ഷേ അവരോട് ചോദിക്കുകയാണ്, ശ്രുതി ചോദിക്കുകയാണ്, നീ എപ്പോഴെങ്കിലും ഞാൻ ദേഹമെന്ന് പറഞ്ഞോ? എൻ്റെ ദേഹമെന്നല്ലേ നീ പറയുന്നുള്ളൂ, അല്ലേ സാധിക? എൻ്റെ ദേഹമെന്ന് പറഞ്ഞാലേ അതിൻ്റെ അർത്ഥം ഞാൻ വേറെ അല്ലേ? ഞാൻ വേറെ, ദേഹം വേറെ. എൻ്റെ ബുക്കെന്ന് പറയുമ്പോൾ ഞാൻ ബുക്കാവോ? ഇല്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും ഇതിൽ നിന്ന് വിലക്ഷണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ ആരാണ് എന്ന് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്താൽ, അവർ പറയുന്ന രൂപത്തിൽ വേണം നിരീക്ഷണം പോവേണ്ടത്. അല്ലാതെ നമുക്ക് തോന്നിയവാസം പോലെ അല്ല ഇത്. ഇതെല്ലാം ശ്രുതി സമ്മതമായിരിക്കണം. ശ്രുതിക്ക് നല്ല രീതിയിൽ ശ്രുതി മനസ്സിലാക്കിയ ഒരാൾക്ക് മാത്രമേ ഇതിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ശ്രുതി നല്ലതുപോലെ അറിഞ്ഞിരിക്കണം, നല്ല ലോകപരിചയം ഉണ്ടായിരിക്കണം. ലോകത്തെപ്പറ്റി നമ്മൾ നിരീക്ഷിക്കണം. ഈ ലോകം വാസ്തവത്തിൽ ഇങ്ങനെയാണ്, ഇതിൻ്റെ പ്രകൃതമാണെന്ന് കണ്ടിട്ട് ഇതിലൊന്നും നമ്മൾ അലോസരപ്പെടണ്ട. ഇതിങ്ങനെയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമണം, ഇന്ത്യ പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതിലൊന്നും ഭ്രമിക്കേണ്ട ഒരാവശ്യതയില്ല. കാരണം ഇതെല്ലാം നിയന്ത്രിച്ചിരിക്കുന്നത് ഈ ആളുകളല്ല, ഇത് ഈശ്വരൻ തന്നെയാണ് നിയന്ത്രിച്ചിരിക്കുന്നത്. എല്ലാവരും പറയും അയ്യോ ഇപ്പോൾ നമ്മളെ പിടിച്ചു കളയും, ഹിന്ദുക്കളെ അത്രയില്ലാതൊക്കെ. ഇതെല്ലാം വെറും ഭ്രമാത്മകമായ കാര്യങ്ങളാണ്. ഇത് വാസ്തവമല്ലത്. ഇതിലിരുന്നു കൊണ്ട് നമ്മൾ വ്യവഹരിച്ച് എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ വന്ന കാര്യം മറന്ന്, വാസ്തവത്തിൽ എന്തിനാണ് വന്നത്? ഈ അടിവിടാനൊന്നുമല്ല. നമ്മൾ വന്നിരിക്കുന്നത് താൻ ആരാണെന്നറിഞ്ഞ് ഈ ജനന മരണ സംസാര ദുഃഖത്തിന് ഒരു അറുതി ഉണ്ടാക്കാനാണ്. ഇതാണ് തൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തെ വിസ്മരിച്ചുകൊണ്ട് കഴിയാൻ കാരണം പ്രധാനമായിട്ടും നമ്മൾ ഈ ലോകത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തതാണ്. ഇത് ഈ കർമ്മഭൂമിയിൽ കണ്ടില്ലേ, അർജുനന് ശ്രീകൃഷ്ണൻ ആ കുരുക്ഷേത്ര ഭൂമിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്, അല്ലേ? നമ്മളെല്ലാവരും വാസ്തവത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ നിൽക്കുകയാണ്. ഇപ്പം ഇത് കുരുക്ഷേത്രം, നമ്മൾ കുരുക്ഷേത്രമാണ്. നമ്മൾ എന്തിനാണ് ഇത് ചെയ്യണം? നമ്മൾ ധർമാധർമ്മങ്ങളുടെ യുദ്ധം നടക്കുകയാണ്. അവിടെ ഇൻ്റർപ്രറ്റ് ചെയ്തു അധർമ്മിയായിട്ട് ആര്? കൗരവന്മാരല്ലേ? മറ്റേ പാണ്ഡവന്മാർ ധർമ്മികളാണ്. ഇപ്പോൾ ധർമാധർമ്മങ്ങളാണ്. വാസ്തവത്തിൽ അവരവർ പാണ്ഡവരെന്ന് പറയുന്നതിനെക്കാട്ടിലും ധർമ്മ അധർമ്മങ്ങളായിട്ടുള്ള ഒരു ഫൈറ്റ് അവിടെ നടക്കുകയാണ്. ഈ ഫൈറ്റ് നടക്കുന്ന ഒരു പശ്ചാത്തലമായിട്ടാണ് ഈ കുരുക്ഷേത്ര ഭൂമിയെ വച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ കുരുക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് അവരെവിടെയൊക്കെ ഇരുന്നവരാണ്. അവർ അവരെല്ലാവരും കൂടെ യോജിച്ച് വന്നു. ആ കുരുക്ഷേത്രത്തിൽ വന്നിട്ട് ആ ധർമ്മത്തെ സ്ഥാപിക്കാനും അധർമ്മത്തെ ഇല്ലാതാക്കാനും ആയിട്ട് അവർ പരിശ്രമിച്ചു. ധർമ്മം എന്താണ്? ധർമ്മം ആത്മസ്വരൂപമായിട്ട്, അല്ലെങ്കിൽ ആത്മസ്വരൂപത്തെ അറിയുന്നതിന് ഒരു ഉപായമാണ് ധർമ്മം എപ്പോഴും പറഞ്ഞില്ലേ, ഈശ്വരനെ പറ്റി പറയുന്നത് ഈശ്വരൻ ധർമ്മത്തിലൂടെ സഞ്ചരിക്കുന്ന ആളെന്നാണ്. നമ്മൾ ശിവഭഗവാനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശിവപ്രതിഷ്ഠ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒരു കാളയെ കൂടെ പ്രതിഷ്ഠിച്ചേക്കും. അതിന് മുമ്പായിരിക്കും കാള തീരുന്നത്. സിംഹസഭയൊക്കെ പറയുന്നത് ഈ കാളയെന്ന് പറയുന്ന ഋഷഭം എന്ന് പറയുന്നത് ധർമ്മത്തെയാണ് പറയുന്നത്. ധർമ്മം എന്താണ്? ഇവർ ആ ധർമ്മത്തിലൂടെ ചരിക്കുന്നവരാണ്. വാസ്തവത്തിൽ ഈശ്വരൻ ധർമ്മത്തിലൂടെയാണ് ചരിക്കുന്നത്. ഇതിനൊരു പ്രതീകാത്മകമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ധർമ്മത്തെ പറയുന്ന കുരുക്ഷേത്രം. അപ്പോൾ ഈ കുരുക്ഷേത്രത്തിൽ അപ്പോൾ ധാർമ്മികമായിട്ട് നമ്മുടെ കർമ്മങ്ങളെ ചെയ്ത് നമ്മൾ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ അടരാടിയാൽ ഇവർ പറയുന്നു ആ ആത്മസാക്ഷാത്കാര ഈശ്വര ദർശനം ഇതിൽ വരും. അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു ചോദിച്ചു? ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു പോയില്ലേ? ഇത് എപ്പോഴോ ദ്രൗപദി ചോദിച്ചു. ഈ പരമാർത്ഥമെല്ലാം ഈ കൃഷ്ണൻ അറിയാവുന്ന എപ്പോഴോ ദ്രൗപദിക്ക് തോന്നി, പാഞ്ചാലിക്ക് തോന്നി. പാഞ്ചാലി ഇദ്ദേഹത്തെ ഏകസ്യമായിട്ട് കൊണ്ടുവന്ന് ചോദിച്ചു, ഭഗവാനെ ഭഗവാനെന്നല്ല കൃഷ്ണൻ അവരൊരു സഖാവായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴും ഈശ്വരനല്ല അത്.
എല്ലാം അറിയാം അങ്ങേക്ക്. ഇതിലിപ്പം ഈ കണക്കിന് ഇങ്ങനെ പോയാൽ എല്ലാം ചത്ത് വീഴുന്നു. കോടിക്കണക്കിന് ആളുകൾ മരിച്ചുപോയി കഴിഞ്ഞു ഇതിനകം. എത്രയോ അക്ഷൗണിപ്പാട തീർന്നു. ഇനി നമ്മുടെ കാര്യം എന്താവും, നമ്മളിൽ ആരൊക്കെ ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. അവർ പറഞ്ഞത്, നീയും ഇതിൻ്റെ 5 ഭർത്താക്കന്മാരെ ഒഴിച്ച് സകലവരും മരിച്ചു പോകും. കാരണം ധർമ്മത്തിൻ്റെ പ്രതീകം ആരൊക്കെ? ഈ പറയുന്ന ദ്രൗപദിയും ഭീമനും അർജുനനും ധർമ്മപുത്രർ ഇതിൻ്റെ ശരിക്കുള്ള പ്രതീകാത്മകമായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. ധർമ്മപുത്രർ ഇവരൊഴിച്ച് എല്ലാവരും ചത്തു. എൻ്റെ മക്കളും ചത്തു. ഒറ്റ കുഞ്ഞുങ്ങൾ അവശേഷിച്ചില്ല. ദ്രൗപദിക്ക് 5 പിള്ളേരില്ലേ? 5ആണോ? എത്രയുണ്ട്? എല്ലാം പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ദ്രൗപദി ചോദിച്ചു, ഭഗവാനെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഒരു നേട്ടമെന്ന് ചോദിച്ചു. അദ്ദേഹത്തിനെല്ലാം അറിയാവൂ, ഈ അജ്ഞാനത്തെ നശിപ്പിക്കാൻ, വാസ്തവത്തിൽ ആ ധർമ്മത്തെ നിലനിർത്തിയാലേ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പ്രതീകാത്മക ചിത്രത്തെ വരച്ചിരിക്കുകയാണ്. അല്ലാതെ അവിടെ യുദ്ധം ചെയ്യുന്നോ മരിച്ചെന്നോ ഒന്നുമല്ല. ചേച്ചി, നമ്മുടെ മനസ്സും ഇതുപോലെ ഒരു കുരുക്ഷേത്രമാണ് അല്ല? പക്ഷേ നല്ല ചിന്തകളും അഴുക്ക ചിന്തകൾ, ഇത് രണ്ടും എപ്പോഴും സംഘർഷത്തിലാണ്. നമ്മളിതല്ല, നമ്മൾ ഈ പറയുന്ന മനസ്സിൽ വരുന്ന 2 ചിന്തകൾക്കും നമ്മൾ ആളുകൾ അല്ല. നമ്മളതിനെ കാണുന്ന ആളായിട്ട് നിൽക്കുകയാണ്. ഈ ധർമ്മങ്ങൾ, ആ യുദ്ധങ്ങൾ, ഇതെല്ലാം ശ്രീകൃഷ്ണൻ ഇതിലൊന്നും ചേരാതെ കണ്ടുകൊണ്ടിരുന്നു. ഈശ്വരൻ ആയുധം എടുത്തില്ല അല്ലേ? ഈശ്വരൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈശ്വരൻ പ്രേരിപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? പക്ഷേ ഈശ്വരൻ എന്ന് വെച്ചാൽ കൃഷ്ണൻ എപ്പോഴൊക്കെ 1-2 പ്രാവശ്യം നമുക്ക് തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ കർണന് പിന്നെ ഇതുപോലെ ഒരു നിരായുധനായിട്ട് നിന്ന സമയത്ത് കൃഷ്ണൻ പറയുന്നു, അർജുന അവനെ വധിച്ചേക്കാൻ പറയും അല്ലേ? അപ്പോൾ നമുക്കറിയാം യുദ്ധനീതി എങ്ങനെയാണ്. ധാർമ്മികമായ യുദ്ധമാണ്. അപ്പം യുദ്ധനീതി എന്ന് വെച്ചാൽ ഒരാൾക്ക് ആയുധമില്ലെങ്കിൽ അയാൾ ഒന്നും ചെയ്യാൻ പാടില്ല. ശരിക്കും ആയുധങ്ങളോട് കൂടി നിൽക്കുന്ന ഒരാളിന് മാത്രമേ യുദ്ധം ചെയ്യാവൂ. നിയമങ്ങളാണ്. പക്ഷേ ഭഗവാൻ അവിടെ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞത് പാപമാണോ എന്ന് നമുക്ക് തോന്നും അല്ലേ? അതാണ് വിമർശിക്കുന്നത്, ഈ ഹിന്ദു മതത്തിനെ വിമർശിക്കുന്നത്. പക്ഷെ അത് പാവമല്ല. കാരണം വലിയൊരു ധർമ്മത്തിനെ നിലനിർത്താൻ ചെറിയ അധർമ്മങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ ലക്ഷ്യം വലിയ ഇതാണ് ആത്മസാക്ഷാത്കാരമാകുന്ന വലിയൊരു ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകളുണ്ട്. നമ്മൾ ചിലപ്പോൾ ചിലർ കണ്ടില്ലേ, കുടുംബത്തെ ഉപേക്ഷിച്ച് മക്കളെ. കാരണം ഈ സ്വാമി, അവിടെ ഇരിക്കുന്ന സ്വാമി, അദ്ദേഹത്തിനൊരു കുടുംബം ഉണ്ടായിരുന്നു. കാറ്റല്ലേ, കുടുംബം ഉണ്ടായിരുന്നു. അദ്ദേഹം ഉപേക്ഷിച്ച് പോയെന്ന് പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവർ ഉപേക്ഷിച്ചെന്ന് പറയാം. എന്താണ് നമുക്ക് അറിഞ്ഞൂടാ. ഇത് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അത് പറയാൻ അസാധ്യമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമുക്കറിയാം അല്ലേ? പറഞ്ഞെന്താണ്? ഒരു വലിയ ധർമ്മം. ആ ധർമ്മം എന്താണ്? ഓരോരുത്തരുടെയും ധർമ്മം എന്താണ്? തൻ്റെ ജീവനെ ഉദ്ധരിച്ച് ഈശ്വര പദത്തിൽ ചേർക്കുക. ഇതാണ് നമ്മുടെ ധർമ്മം. ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. ഭീഷ്മരെ നോക്കിക്കൊണ്ട് എന്താണ് പക്ഷേ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു വിവേകത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഭീഷ്മരും ദ്രോണരും വിതുരരും ഒക്കെ ഓരോ സംഭവങ്ങൾ മാത്രമാണ്. ഭീഷ്മരെ നോക്കിക്കൊണ്ടുണ്ട്. ഭീഷ്മർ ചോദിച്ചു, കൃഷ്ണ, നീ വലിയ പരമാത്മാവ് തന്നെയായിരിക്കാം, പക്ഷെ ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത് ജീവിതത്തിൽ? എന്ത് കുറ്റം ചെയ്തു? ഞാൻ നിത്യബ്രഹ്മചാരിയായിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഒന്നും ആഗ്രഹിച്ചില്ല. ഈ രാജ്യം ഞാൻ ആഗ്രഹിച്ചില്ല. ഇതിലെ പദവി ഞാൻ ആഗ്രഹിച്ചില്ല. ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന എന്നിൽ എന്ത് കുറ്റമാണ് നീ ആരോപിക്കണമെന്ന് ചോദിച്ചു. എന്ത് കുറ്റം? ഒരു കുറ്റമില്ല. വാസ്തവത്തിൽ ഇങ്ങനെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്ത് കുറ്റം ചെയ്തു എന്നല്ലേ എല്ലാവരും ചോദിക്കും. കൃഷ്ണൻ കൊടുത്ത മറുപടി ശരി തന്നെ, നിങ്ങൾ ഈ രൂപത്തിലൊക്കെ തന്നെ. അപ്പം പറഞ്ഞു, ഞാൻ ധർമ്മത്തെയാണ് ആചരിച്ചത്. ഞാൻ അന്ന് ആ കൗരവരുടെ പിന്നെ ആളുടെ പേരെന്ത്? ദുര്യോധനല്ല, ദുര്യോധൻ്റെ അച്ഛൻ. ധൃതരാഷ്ട്രത്തിന് കൊടുത്ത ഒരു നിന്നെയും നിൻ്റെ രാജ്യത്തെയും ഞാൻ സംരക്ഷിച്ചോളാമെന്നൊരു
വാക്ക് ആർക്ക് കൊടുത്തു? ഈ ദുര്യോധനന് കൊടുത്തിട്ടുണ്ട്, സോറി, ഈ ധൃതരാഷ്ട്രർക്ക് കൊടുത്തിട്ടുണ്ട്. അതല്ലേ കൃഷ്ണൻ ഞാൻ പാലിച്ചുള്ളൂ. അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത്, അത് നിങ്ങൾ തങ്ങളിൽ ഉണ്ടാക്കിയ ഉടമ്പടികളല്ല, അതിന് ധർമ്മമായിട്ട് എന്ത് ബന്ധം? അതെല്ലാം അങ്ങനെ ഒരു വാക്ക് പാലിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നോ ഇങ്ങനെ ചെയ്യുന്നോ ഒക്കെ ധർമ്മമാണെന്ന് ആര് പറഞ്ഞു? യഥാർത്ഥ ധർമ്മത്തെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അതെന്താണ്? ആത്മസാക്ഷാത്കാരമാണ്. ഈ ജീവിതത്തിൻ്റെ ഈ ജീവനെ ബ്രഹ്മപദത്തിൽ ചേർക്കാനായിട്ട് ഒരു പരിശ്രമത്തെയാണ് ഇവിടെ ധർമ്മമായിട്ട് പറഞ്ഞത്. മറ്റതെല്ലാം ഉപധർമ്മങ്ങളാണ്. അതിനൊക്കെ ചിലപ്പോൾ വീഴ്ചകൾ വരാം, അത് ചിലപ്പം മറികടക്കാം, അത് ചിലപ്പോൾ വേണ്ടെന്ന് വെക്കാം. മനസ്സിലായോ ചേച്ചിക്ക്? ഈ രൂപത്തിലാണ് ധർമ്മം എന്ന് പറയുന്ന ഒന്നാണ്. അതെന്താണ്? ജീവനെ പരമാത്മാവിലേക്ക് കൊണ്ടുവന്ന് ചേർക്കണതാണ്. അതിന് നമ്മൾ സഹായം എന്തിനെന്നറിയാമോ? നമ്മൾ പോയി ഗുരുക്കന്മാരെ എല്ലാം പണിപ്പെട്ട് അവർക്ക് വേണ്ട ദാസവൃത്തികളൊക്കെ ചെയ്ത് അവരെ സന്തോഷിപ്പിച്ച് അവരിൽ നിന്ന് അവർ ഈ പറഞ്ഞ തത്വങ്ങളെ ഗ്രഹിച്ച് അത് കൊണ്ടുവന്ന് നല്ലതുപോലെ വിചാരം ചെയ്ത് ഈ ജ്ഞാനം ഇതിലുണ്ടാക്കണം. ജ്ഞാനം എന്ന് വെച്ചാൽ യഥാർത്ഥത്തെ തിരിച്ചറിയുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഈ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നതിലേക്കാണ്. അവരന്ന് യുദ്ധം ചെയ്ത ധർമ്മത്തെ നിലനിർത്തി ചെയ്ത ആ കുരുക്ഷേത്രം തന്നെയാണ് ഇത്. എല്ലാം കുരുക്ഷേത്രമാണ്. ഇവിടെ നിത്യമായി വസിക്കാൻ ആരെയും അനുവദിച്ചിട്ടില്ല. യുദ്ധം ചെയ്യുക, ഇതിൽ രണ്ടിലൊന്ന് തീരുമാനമാവും പോവുക. മനസ്സിലായില്ലേ? അവരും എല്ലാം അല്ലേ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഈ കർമ്മഭൂമിയെ നമ്മൾ എന്ത് വിചാരിച്ചു, നമ്മൾ എന്നും വസിക്കാൻ പറ്റിയ ഭൂമിയായിട്ടൊക്കെ വിചാരിച്ച് നമ്മൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ് അധർമ്മം. ഈ അധർമ്മം നമ്മൾക്ക് എന്ത് ചെയ്യും? നമ്മൾ വന്ന കാര്യത്തെ അനുഷ്ഠിക്കാൻ വിടാതെ നമ്മളെ ഡൈവേർട്ട് ചെയ്യും. ഇത് വേറൊരു തരത്തിലേക്ക് പോകും. അവരും ചോദിക്കുന്ന ഇതാണ്, ഞാൻ എന്ത് കുറ്റം ചെയ്തു, ഞാൻ എന്താണ് ചെയ്തത്? വാസ്തവം പറഞ്ഞാൽ നിരൂപിച്ച് നോക്കിയാൽ ഒരു കുറ്റവും ചെയ്യുന്നില്ല ആരും, അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ. പക്ഷെ വേദത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എല്ലാവരും കുറ്റക്കാരാണ്. കാരണം ആരും തന്നെ ആത്മാന്വേഷണക്കാരായിട്ട് മാറുന്നില്ല. അവരെ ഉദ്ദേശം ഈ കർമ്മഭൂമിയിൽ വന്ന ധർമ്മത്തെ സ്ഥാപിച്ച് തൻ്റെ വന്ന കാര്യം സാധിച്ചു പോകാനായിട്ടുള്ള ആ കാര്യത്തിൽ എല്ലാവരും വിമുഖരാണ്. ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് അതിനാണ് പറഞ്ഞ് പിന്നെ ശ്രുതി നമ്മളെ മനസ്സിലാക്കണമെന്ന് ഓർമ്മിച്ചോണം. ഞാനിത് അത്രയും പറഞ്ഞത്. ഇതിനകത്ത് ഒരു വിവേകമുണ്ട്, അതിന് നമ്മൾ മനസ്സിലാക്കണം. ഈ ശാസ്ത്രമല്ല ഒന്നുമല്ല ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിൽ ഒരു പ്രക്രിയ നടക്കുകയാണ്. ഇതാണ് നമ്മൾ ദുഃഖത്തെ ഉണ്ടാക്കി തന്നിരിക്കുന്നത്. എത്ര ആനന്ദമായിരിക്കാനുള്ള ആളുകളാണ് നമ്മളെല്ലാം അറിയാം. അതിനെ പൂർണ്ണമായും നമ്മൾ തട്ടിത്തെറിപ്പിച്ചിരിക്കുക. ഇത് നമ്മൾ തുച്ഛമായിരിക്കുന്ന ഈ ലോക കാര്യങ്ങളിൽ ഭ്രമിച്ചുകൊണ്ട് ഇത് ഇങ്ങനെ കഴിയുന്നു. അതാണ് ബന്ധം എന്ന് പറയുന്നത്. ഈ ബന്ധത്തിനെ മാറ്റുന്നതാണ് മുക്തി. ബന്ധമോക്ഷങ്ങൾ രണ്ടും പറഞ്ഞു. മനസ്സിൻ്റെ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ഈ ലോക വിഷയങ്ങളുമായി മനസ്സിനെ ചേർക്കുന്നത് ബന്ധം. ഈ ലോക വിഷയത്തിൽ നിന്ന് മാറ്റി ഈശ്വരനിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്നത് മോക്ഷം, മുക്തി. ഇപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. വിഷയം അതുകൊണ്ടാണ് വിവേകികൾ അവർ മനസ്സിലാക്കും. ഇതെന്താണ് ഇതെന്തോ ഒരു വല്ലാത്ത ഒരു കുടുക്കിൽ നാം അകപ്പെട്ടു, ഇത് രക്ഷപ്പെടാൻ എന്ത് മാർഗം എന്നുള്ളതാണ് ചിന്തിക്കാനുള്ളത്. ആ ചിന്തയുടെ ഭാഗമാണ് ശാസ്ത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് പെട്ടെന്ന് അങ്ങ് കയറണമെന്നൊന്നുമില്ല. ഞാനിത് പറയുന്നത് സ്വാമിയിൽ നിന്നൊക്കെ വർഷങ്ങളോളം കേട്ട് ഒരു യുക്തി നമുക്ക് വരും പിന്നീട് അതാണ്. അപ്പോൾ ഈ അജ്ഞാനത്തിന് കാരണം പറയാൻ ഒക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അജ്ഞാനം ഇല്ലെന്നല്ല. എല്ലാവരും അജ്ഞാനത്തിൽ മുഴുകി ലോകം സത്യമാണ്, ഈ ദേഹം സത്യമാണ്, ദേഹമാണ് ഞാൻ എന്നിങ്ങനെ ഭ്രമിച്ചുകൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി അവർ എല്ലാവരും ദുഃഖികളാണ്. ആർക്കും സന്തോഷവും സുഖവും ഇല്ല. ഉണ്ടായിരിക്കാം രാജാക്കന്മാർക്ക്. അവരും പറയണം അവർക്കും ദുഃഖം തന്നെ. അവർക്കും അടുത്ത രാജ്യം പിടിക്കണമെന്നും മറ്റേ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെയുള്ള ആ ഒരു വിചാരം കൊണ്ട് അവരും ദുഃഖം അനുഭവിക്കുകയാണ്. എല്ലാവരും ദുഃഖികളാണ്. വാസ്തവത്തിൽ ആരാണ് നമ്മളെല്ലാം? ആനന്ദസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മമാണ് എല്ലാവരും. നമ്മളെല്ലാം എന്ന് പറയുമ്പോൾ നാനാവായിട്ടല്ല ഇതിരിക്കുന്നത്, ഒരേ ഒരു വസ്തുവാണ്. ഇതിൽ ഈ പറയുന്ന ആകാശത്തിൽ അവർ പറയുന്നത് ഇതാണ്. ഉദാഹരണം, ഒരു കടം
ഘടം ഇരിക്കുന്നു, ഒരു ഒരു കൂജ ഇരിക്കുന്നു, ഇതിലെല്ലാം ആകാശം, ഒരു മഠം ഇരിക്കുന്നു, ഇതിലെല്ലാം ആകാശം വ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ പറയും മഠാകാശം എന്ന് പറയും, കടാകാശം എന്ന് പറയും. പക്ഷേ വാസ്തവത്തിൽ ഈ ആകാശം ഒന്നേ ഉള്ളൂ. മഠം കൊണ്ട് ആകാശത്തെ വേർതിരിച്ച് പറഞ്ഞ പോലെയാണ് മഠാകാശം എന്ന് പറയുന്നത്. ഇതുപോലെ മനുഷ്യർ, പക്ഷികൾ, മൃഗങ്ങൾ, ഇങ്ങനെയുള്ള അനവധി ജീവജാലങ്ങൾ, ഇതിലെല്ലാത്തിലും ഒരേ പരമാത്മാവിരുന്ന് വർത്തിക്കുന്നു. ഒരേ പരമാത്മാവ് ഏകം. അതിൽ പിന്നെ അവരുടെ സംസ്കാരമായിട്ട് ഇരിക്കുന്ന ആ അന്ധക്കരണം അനവധിയാണ്. സംസ്കാരമാണ്, അന്ധക്കരണം ഒന്ന് തന്നെ, പക്ഷേ അതിൽ സംസ്കാരം അനവധിയാണ്. അതിൽ ഈ പട്ടിയുടെ സംസ്കാരം, പൂച്ചയുടെ സംസ്കാരം, പക്ഷികളുടെ സംസ്കാരം, ഇങ്ങനെ എല്ലാ സംസ്കാരങ്ങളും ഇതിലുണ്ട്. ഇത് തിരിച്ചറിയണം. ഈ സംസ്കാരമാണിത്. വാസ്തവത്തിൽ ഇതും താനുമായിട്ട് എന്ത് ബന്ധവും? ഒരു ബന്ധവുമില്ല. താനിതിനെ കേവലം അറിയുന്ന ആ ബോധം മാത്രമാണ്. അതാണ് സത്യമെന്ന് ആർക്കെങ്കിലും ഇതിനൊരു അൺഇമ്പോർട്ടൻസ് കൊടുത്ത് അതിലേക്ക് ശ്രദ്ധ വരികയാണെങ്കിൽ അവർ ജ്ഞാനത്തിലേക്ക് വരും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. മനസ്സിന് ഏതിന് പ്രാധാന്യം കൊടുക്കും? പറഞ്ഞില്ലേ, അവിദ്യയാൽ ബന്ധം, വിദ്യയാൽ മോക്ഷം. വിദ്യ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, വിവേകം. വേദശാസ്ത്രങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ താല്പര്യമായിട്ട് തനിക്ക് നിൽക്കാൻ എത്ര സാധിക്കുന്നു എന്നുള്ളതാണ്. എത്രത്തോളം നമുക്ക് സാധിക്കും. അങ്ങനെ സാധിച്ചവരാണല്ലോ ഇവരെല്ലാം. നമ്മൾ ഒരിക്കലും ഇത് സാധിക്കാത്ത കാര്യമെന്ന് വിചാരിക്കരുത്. കാരണം ഇവരെല്ലാം സാധിച്ച വലിയ മഹത്തുക്കൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ പറഞ്ഞ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, രമണ മഹർഷി, വീട്ടിൽ പറഞ്ഞ നമ്മുടെ തന്നെ ഗുരുദേവൻ, ശ്രീ രാമാനന്ദ ഗുരുദേവൻ, ഇങ്ങനെ എത്ര പുണ്യാത്മാക്കളെ വേദം പറഞ്ഞിരിക്കും. വേദം തന്നെ പറഞ്ഞിട്ടുണ്ട്. അഡ്വാങ്കൻ എന്ന മുനി, ആ അഡ്വാങ്കന് ഒരു മുഹൂർത്തം കൊണ്ടാണ് മുക്തി ഉണ്ടായത്. ഒരു മുഹൂർത്തത്തിൽ മുക്തി അടഞ്ഞ ഒരാളിനെയാണ് അഡ്വാങ്കൻ എന്ന് പറയുന്നത് മുനി. ഇങ്ങനെ എത്ര ജനമഹാരാജാവ്, യാജ്ഞവൽക്യ സ്വാമികൾ, ഇങ്ങനെ എത്ര ആളുകൾ. നമ്മൾ ഇതെല്ലാം പേരെടുത്ത് പറയുന്നതും ഇനി പേര് നാളും ഒന്നും അറിയാതെ എത്രയോ മഹത്തുക്കളുണ്ട്. വെളിപ്പോലും അറിയാനൊക്കാത്ത കോടിക്കണക്കിന് മഹത്തുക്കളുണ്ട്. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനിടയിൽ അവരെല്ലാം എന്തിന് പ്രവർത്തിച്ചു? അവരെല്ലാം തൻ്റെ ഉള്ളിൽ ആ കുരുക്ഷേത്ര യുദ്ധത്തെ അവർ നടത്തിയവർ തന്നെ. അവർ ഇതിലിരിക്കുന്ന ആ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ്, ഇതിന് നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട്, തിന്മയുണ്ടെങ്കിൽ നന്മയുണ്ട്, ഇത് രണ്ടിനെ വിടുന്നതിനെയാണ് സാക്ഷാത്കാരത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ. നന്മ പറഞ്ഞാൽ നന്മയെന്ന് പറഞ്ഞ് പോകും, അതിൻ്റെ പുറകെ പോകും. ഞാൻ വലിയ നന്മ ചെയ്യുന്ന ആളാണെന്ന് പറയും. അതിലും അഭിമാനമല്ലേ? ഏത് രൂപത്തിലും ഇതിൽ അഭിമാന അഹങ്കാരാദികൾ വരാതെ ശുദ്ധമായിട്ട് നിന്ന് സാധിക്കേണ്ട ഒരു രഹസ്യമാണ് ജ്ഞാനം. ഈ ജ്ഞാനത്തെയാണ് മഹത്തുക്കൾ ഉപദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് വായിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് സത്തല്ല, അസത്തല്ല, സദസത്വമല്ല. പിന്നെ ഈ സത്വം അസത്വം കൂടെ ചേർന്നതാണോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് സത്തെന്നും അസത്വമെന്നും പറയുന്നത് വെളിച്ചമെന്നും ഇരുട്ടെന്നും പറയും പോലെയാണ്. നമുക്ക് ഇരുട്ടും വെളിച്ചവും കൂടെ ഒരുമിച്ച് നിൽക്കുമോ എന്നാണ് ചോദ്യം. സാധ്യമല്ല. അപ്പോൾ സൂര്യന് ഇരുട്ടിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കെന്ത് പറയാൻ പറ്റും? സൂര്യന് ഇരുട്ടെന്താണെന്ന് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ ആത്മാവിന് ഇതൊന്നും അതിന് മുമ്പിലില്ല. ഇതെല്ലാം ഒരു മന്ദാന്ധകാരത്തിൽ സ്വപ്നത്തിൽ കാണുന്ന പോലെ എന്തോ ഒന്ന് കണ്ട് എന്തോ പോലെ ഊഹിക്കപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു നിലയിൽ നിൽക്കുകയാണല്ലോ. പക്ഷേ ഇങ്ങനെ എത്ര കാലം വേണം നിൽക്കാമെന്നാണ് പറയുന്നത്. ഇങ്ങനെ എത്ര ജന്മമായിട്ട് നമ്മൾ നിൽക്കുന്നവരുമാണെന്നാണ് പറയുന്നത്. മനസ്സിലായ വിഷയം? ഇവിടെ വെച്ചാണ് നമുക്കൊരു സംശയത്തെ ഉണ്ടാക്കി തന്നെ. ഗുരു പറഞ്ഞ ഇതൊക്കെ ഒരു സ്വപ്നം പോലെ ഒന്നാണ്, ഇത് വാസ്തവമല്ല. ഇതിൽ നീ മയങ്ങി എത്ര ജന്മം നീ പിന്നിട്ട് കഴിഞ്ഞ് ഇപ്പം ഇതിനകം ഇനിയും നിനക്ക് അതാണോ നിൻ്റെ ഉദ്ദേശമെങ്കിൽ വിചിത്രം തന്നെ. നിൻ്റെ സ്വഭാവം വിചിത്രം തന്നെ എന്നാണ് പറയുന്നത്. അവരോട് മൂഢൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരിക്കുന്ന ഗോവിന്ദം ഭജ മൂഢമതേ. ഈ മൂഢൻ എന്നാണ് വിളിച്ചത്. നമ്മുടെയൊക്കെ മൂഢന്മാരെന്നാണ് വിളിക്കുന്നത്. കാരണം ആ പരമാർത്ഥത്തെ അറിയാൻ ശ്രമിക്കുന്നില്ല. ഈശ്വരനെ അറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അത് തന്നെയാണ് ആത്മാവായിട്ട് നമ്മൾ പറയുന്നത്. ഈശ്വരനെ തന്നെ ആത്മാവിനെ തന്നെയാണ് ഈശ്വരനായിട്ട് നമ്മൾ പറയുന്നത്. ആരാണോ ഈശ്വരനെ അറിയുന്നത് അവർ ധന്യരാവും, കൃതകൃത്യരാവും. അവർക്ക് വാസ്തവത്തിൽ എല്ലാം കിട്ടിയെന്നുള്ള ഒരു പൂർണ്ണതയുണ്ട്. അവർക്കാണ് പൂർണ്ണത.
ബാക്കി എല്ലാവർക്കും ധനം കിട്ടിയാൽ എത്ര കിട്ടിയാലും പൂർണ്ണത വരില്ല. സ്വത്ത് എത്രയുണ്ട്, ഇത്തിരി ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, അതിൽ പൂർണ്ണതയില്ല. ഒന്നിലും പൂർണ്ണതയില്ല. പൂർണ്ണത ഒന്നിലേ ഉള്ളൂ. എന്താണ്? ആത്മലബ്ധി. അത് ഈശ്വരപ്രാപ്തിയിൽ പൂർണ്ണതയാണ്. ആ പൂർണ്ണതയാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിധം സൂക്ഷ്മത്തിനെല്ലാം മൂലകാരണമായിരിക്കുന്നതിനാൽ അവയവമുള്ളതല്ല. അതാണ് സ്ഥൂല പദാർത്ഥങ്ങൾ ജഗതാധാരമായി പരിണമിക്കുന്നതിനാൽ അവയവമില്ലാത്തതുമല്ല. ഒന്നിനൊന്ന് വിരോധമായതിനാൽ ഉഭയാത്മകവുമല്ല. ആത്മാവിനേക്കാൾ അജ്ഞാനം അന്യമായതാണെന്നാണെങ്കിൽ അദ്വൈത ശ്രുതികൾക്ക് വിരോധമായതിനാൽ സത്തയ്ക്ക് അന്യവുമായി വേറെ സത്തില്ലെന്നതിനാലും അന്യമായതല്ല. അന്യമല്ലാത്തതിനാൽ ആത്മാവിന് ശക്തിയില്ലെന്ന് പറയേണ്ടി വരും. വീണ്ടും അവരുടെ ശ്രേഷ്ഠമായ ശക്തി അനേക വിധമായി ചൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് ശ്രുതിക്കും വിരോധമാകും. ഇങ്ങനെ ഒന്നുകൊണ്ടും നിർവചിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ അജ്ഞാനത്തെ അനിർവചനീയെന്ന് പറഞ്ഞത്. അതിനാൽ അന്യമല്ലെന്നും ശരിയല്ല. ആത്മാവിനെ ജഡമെന്നും മായ ചേതനമെന്നും പറയേണ്ടി വരും. ആത്മാവിന് അവിദ്യ മുതലായ പേരും വരും. സച്ചിദാനന്ദ സ്വരൂപമായ ആത്മാവിന് അനന്തജഡ ദുഃഖരൂപം പറയേണ്ടി വരും. അതിനാൽ അന്യമായതല്ല. ഭിന്നത്തിലും അഭിന്നത്തിലും വിരോധമായതിനാൽ ഉഭയാത്മകവുമല്ല. അതിനാൽ അജ്ഞാനം വാക്കിനെത്തുന്നതല്ല. ഇങ്ങനെ ഇരിക്കുന്ന അനാദിയായ അജ്ഞാനത്തിനാൽ അവിവേകവും, അതിനാൽ അഭിമാനവും, അതിനാൽ രാഗദ്വേഷാദികളും, അവകളാൽ കർമ്മവും, അതിനാൽ ശരീരവും, അതിനാൽ സംസാര ദുഃഖവും ആത്മാവിൽ അജ്ഞാനത്തിനാൽ പരമ്പരയായി വന്നു എന്ന് അറിഞ്ഞുകൊള്ളണം. നിങ്ങൾക്കറിഞ്ഞൂടെ? ഞാൻ പറയുന്ന സ്പീഡായിട്ട് വായിച്ചാലും നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ രഹസ്യം മനസ്സിലായവരല്ലേ? മനസ്സിലാക്കുക. നമ്മളിവിടെ നിർത്തുക. ദേവാദിദേവ സർവജ്ഞ സച്ചിദാനന്ദ വിഗ്രഹമാരംഭൂദേശ കരുണാനിധ കുമാരമണ ഭൂദേശ നമസ്കാരം.